പരമശിവന് ധാര ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായി കണക്കാക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാം. ത്രിമൂർത്തികളിൽ സംഹാരത്തിൻ്റെ മൂർത്തിയാണ് പരമശിവൻ. ആയതിനാൽ അനിയന്ത്രിതമായ സംഹാരോർജത്തിൻ്റെ ഉൽപ്പത്തിസ്ഥാനവും അദ്ദേഹം തന്നെ. സൃഷ്ടിയിൽ പിറന്ന് സ്ഥിതിയിൽ വളർന്ന ഏതൊന്നിനെയും സംഹരിക്കുവാൻ ആ പിറവിയുടെയും വളർച്ചയുടെയും ഇരട്ടി ഊർജം ആവശ്യമുണ്ട്. ഈ ബ്രഹ്മാണ്ഡത്തിൽ ആ ഊർജത്തിൻ്റെ ഉറവിടമാകുന്നു ശിവഭഗവാൻ. മഹാദേവന്റെ ക്ഷിപ്രകോപം പുരാണങ്ങൾ മുഖേന നമുക്ക് പരിചയവുമാണ്. ആ കോപത്തിൻ്റെ ചെറിയ അനുരണങ്ങൾ മാത്രമാണ് അദ്ദേഹം മൂന്നാം കണ്ണ് തുറക്കുമ്പോൾ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള പല ദൃഷ്ടാന്തങ്ങളും പുരാണങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. നിരന്തരമായ ധ്യാനവും അതിൽ നിന്നുണ്ടാകുന്ന ഉയർന്ന താപവും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. ക്ഷിപ്രകോപിയായ ഭഗവാന്റെ താപം കുറച്ച് ദേഹം തണുപ്പിക്കുവാനാണ് ശിവലിംഗത്തിൽ വിവിധ തരത്തിലുള്ള ധാരകൾ ചെയ്യുന്നത്. ഭഗവാന്റെ ശിരസിൽ ഇടമുറിയാതെ ജലമോ മറ്റു ദ്രവ്യങ്ങളോ ഒഴിച്ച് അദ്ദേഹത്തിൻ്റെ താപം തണുപ്പിക്കുമ്പോൾ ശിവപ്രീതിക്ക് കാരണമാകുന്നു എന്നാണ് വിശ്വാസം. ജലധാരയ്ക്ക് പുറമെ പാൽ, കരിക്ക്, നെയ്യ്, എണ്ണ ഇവ കൊണ്ടും ധാര നടത്താറുണ്ട്. കാര്യസിദ്ധിയും പാപമോചനവുമാണ് ജലധാരയുടെ ഫലമായി കരുതുന്നത്. ഭഗവാന്റെ വിഗ്രഹത്തിനു മുകളിൽ പ്രത്യേകം തയ്യാറാക്കിയ ധാരാകിടാരം എന്ന പാത്രത്തിൽ പൂജിച്ച ജലമൊഴിച്ചതിനു ശേഷം ദർഭപുല്ലുകൊണ്ട് തൊട്ട് വിവിധ തരം മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നതാണ് അനുഷ്ഠാനം. നെയ്യുകൊണ്ട് ധാര നടത്തുന്നത് ഐശ്വര്യത്തിനാണ്. ക്ഷീരധാര അഭീഷ്ടസിദ്ധിക്കും കരിക്ക് ധാര മനഃശാന്തിക്കും ഉത്തമമാകുന്നു. രോഗങ്ങൾ ശമിക്കുവാനായി എണ്ണ കൊണ്ടുള്ള ധാര നടത്തുന്നു. ഏതു ദ്രവ്യം കൊണ്ടാണോ ധാര നടത്തേണ്ടത് ആ ദ്രവ്യം ഇടമുറിയാതെ മന്ത്രജപത്തോടൊപ്പം ശിവലിംഗത്തിൻ്റെ ശിരസിലേക്ക് വീഴണം. തുടർച്ചയായി 7 ദിവസമോ 12 ദിവസമോ ചെയ്യുന്നതാണ് അഭികാമ്യം. അല്ലെങ്കിൽ ആഴ്ചയിൽ 1 ദിവസം എന്ന രീതിയിൽ തിങ്കളാഴ്ച ദിവസം നടത്തുന്നത് ഉത്തമമാകുന്നു.